ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പം കല്യാണം ഇന്നട്ടെ നമ്മളെ എന്തായാലും ഞാൻ കിടക്കാനായിട്ട് പെങ്ങളെ വീട്ടിലേക്ക് വന്നു. കാരണം അവിടെ ഭയങ്കര തിരക്ക്. ഇപ്പം എനിക്ക് നല്ല ഭയങ്കര തലവേദന. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഒന്ന് സുഖമായി കിടന്നിറങ്ങാൻ വേണ്ടി എൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് നിൽക്കണ്ട. ഇതെൻ്റെ പെങ്ങളെ പുതിയ വീടാണിത്. അല്ല ഇന്നലെ മഴ പെയ്തേക്കും തോന്നുന്നു കേട്ടാ. അല്ല ഫുള്ള് തയ്ക്കണം, വെള്ളമായിരിക്കുന്നു. പെങ്ങൾ ചായ കുടിച്ചിട്ട് പോകാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് പോട്ടെ, അവിടെ കുറച്ച് പണിയുണ്ട് നിൽക്കണം. പക്ഷെ അത് പറ്റില്ല, ഇത് പുതിയ വീടാണ്, ഇത് ചായ കുടിക്കാതെ പോയിരുന്നു പറഞ്ഞിട്ട്. ഇപ്പോൾ ചായ അടിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്മളെത്താത്ത വന്നിട്ടുണ്ടാവും വിചാരിക്കണം, ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടാവും. എൻ്റെ ചൂടുകുരൊക്കെ പോയിട്ട് അവിടെ മഴ ചെയ്തപ്പോഴത്തേക്കും ചൂടുകുരൊക്കെ പോയി. ഈ ഡ്രസ്സാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ട്രൗസർ വിവാദമായിരിക്കുകയാണ്. അത് കാരണം പിന്നെ ട്രൗസർ ഇട്ടില്ല. സെയിം കട്ടൻ ചായ ആയിട്ടുള്ളത്. ഇത് തലശ്ശേരിക്കാരെ സ്പെഷ്യൽ. തലശ്ശേരിക്കാരെങ്ങനെയാണല്ലോ രാവിലെ പുളിസൈ അല്ലെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ പഴം നിറവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ഏകദേശം ചായ കുടിക്കാനുള്ള സമയമായിരിക്കുന്നു. നമ്മളെ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്ന ആരാണ് ചോദിക്കൂ? നൗഫൽ പുറത്തവരാണ് പൊറോട്ട ഉണ്ടാക്കിയത്. ആ പൊറോട്ട ഒന്ന് കാണിച്ചു കൊടുത്താൽ അടിപൊളി ദം പൊറോട്ട കേട്ടാ. ദം ബിരിയാണി വന്ന പോലെ ദം പൊറോട്ട അല്ലേ, ആവി പറക്കുന്ന പൊറോട്ട ഉണ്ടല്ലേ, സൂപ്പർ. എല്ലാവരും ഇങ്ങനത്തെ ചായ കുടിക്കാനിരിക്കുന്നു. അൻസാറ വരുന്നു. നമ്മളെ ചായക്കളെല്ലാം ഇവിടെ റെഡിയാണ്. ഇതാ ഇക്കാക്കിയും ഇത്താത്തിയും വന്നിരിക്കുന്നു കേട്ടോ. നമ്മളെ വ്ളോഗിലോട്ട് സ്വാഗതം. ഹലോ 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 ഹായ് 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 ഹബീബി കം ടു പുറത്തൂർ. നമ്മളെ പുയ്യാപ്പിള നിൽക്കുന്നു. ഇത് അൻസാർ, നമ്മൾ അൻസാറിന് കൈ കൊടുക്കൂ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഖത്തർ എയർവേസ് യാത്ര സൂപ്പർ. നാട്ടിൽ വന്നിട്ട് നാടൻ വൈബ് കിട്ടുന്നുണ്ട് രണ്ടാക്കും, കിട്ടുന്നുണ്ടല്ലേ? ചക്കമ്മക്കാണ് വന്ന മുതലേ നോട്ടായിട്ടില്ല. ഈ കാണുന്ന ചക്കമ്മക്കാണ് വന്ന മുതലേ നോട്ടോ. റസൽ വാ, ഇരിക്കൂ. ഓക്കെ ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടി സ്വന്തം കല്യാണം അടിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇല്ല അതെ ഇപ്പാണ് കേട്ടോ കറി അയച്ചു കൊടുക്കണേ. ഇപ്പാണ് കല്യാണം അയച്ചു കൊടുക്കണത്. സോറി കല്യാണം അയച്ചു കൊടുക്കണത്. ഇത് നമ്മളെ ഈ കറിന്റെ പേരെന്താണ്? പാർട്സ് കറി അല്ലേ? മുട്ട വേണ്ട. പിന്നെന്താ വേണ്ടി? കഴിക്കാറില്ല. വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോട്ടെ. തറമ്മൽ പുതിയൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആളെ പേരാണ് നൗഫൽ പുറത്തൂർ. ഇത് നമ്മളെ എളാപ്പാട്ടെ ഇരിക്കണത്. എളാപ്പാ ഒരു ഹായ് കാണിക്ക. ആ അതൊക്കെ വേണോ? ഒന്നും വിടൂല. നാട്ടിലെത്തിയിട്ടുള്ള ഫസ്റ്റ് ഫുഡാണ് കഴിക്കാൻ വേണ്ടി പോണത്. റിസാൻ ഇല്ല, 2-3 പേരക്കുട്ടികളുണ്ടായിരിക്കണം. ഒരു പേരക്കുട്ടിനെ കാണാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കൊക്കെ സൂപ്പർ ആയിരുന്നാ? എന്തായാലും നല്ല രാത്രി തല്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും സംഭവം? പാട്ടിന് എന്തൊക്കെ പ്രശ്നം ആയിരുന്നല്ലോ ഇങ്ങനെ രണ്ടാളും തമ്മിൽ? ഇവിടെ നോക്കൂ. ശരിയായി ഒക്കെ പറയട്ടെ. ഓക്കെ സാജിയാക്ക എന്ത് പൊറോട്ട പകുതി മതി. എങ്ങനെ ഇടുക്കി കഴിക്കളി. ഒന്ന് മതി. അൻസാർ അയച്ചു കൊടുക്ക. അൻസാർ ഇനി ഖത്തർ ലൈറ്റ് ആക്കി കാണില്ല, എല്ലാം പോയാച്ച്. ഇനി രാത്രി ആയാലേ വൈബ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പൊ വൈബ് നമുക്ക് കിട്ടുന്നല്ലായിരിക്കും. രാത്രി ആകുമ്പോൾ മിന്നി കത്തുന്നതായിരിക്കും. തീരുമാനിച്ചിട്ടാ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സപ്ലൈ ചെയ്യണത് കാരണം ഞാൻ തന്നെ ഇരുന്ന് കുടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാൻ 2 പൊറോട്ട പെടൂല, ഒരു പൊറോട്ട കഴിക്കാൻ വേണ്ടി പോകണം. അല്ലെ കട്ടൻ ചായ 2-3 തിന്നാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ വല്യമാരെ കണ്ട് നടന്നു കൊണ്ടിട്ടാ. നടന്നു പോകുന്നു. ഗായ്സ് ഞങ്ങളിപ്പോ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോട്ടെ, എല്ലാരും കൂടെ കൂടിയിട്ട്. സോ നൈസ് ഫോട്ടോ. വിളിക്കുമ്പോ സായി എത്ര ഡിമാൻഡ് എന്താണ്? ഫുഡ് കഴിച്ചാ അങ്ങനെയുണ്ട്? ഇഷ്ടായ പൊറാട്ട? വല്യമ്മ ഇന്നലത്തെ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല സൈക്കൊക്കെ അല്ലേ? നമ്മള് ചെയ്യാൻ എന്നിട്ട് വന്നിട്ടുണ്ട്. ചെയ്യാൻ ഷർട്ടൊന്നും ഇടാതെ വന്നിട്ടുള്ളത്. ചൂട് ഒരു പൊറാട്ടന്റെ കഷ്ണം മാത്രം മതി വല്യമ്മ. ഒരു കഷ്ണം മതിയാ വലിയ പൊറാട്ടന്റെ? അത് മതി. ഹലോ എവിടെ ഉള്ളത്? ഞാൻ അതവിടെ ഉണ്ടല്ലോ. എന്തെങ്കിലും നോക്കാത്ത? കണ്ടില്ല. ഞാൻ ഇന്നലെ രാത്രിക്ക് നേരം പോയി നോക്കാൻ പറ്റില്ല. നിങ്ങൾ ചായ കുടിക്കട്ടാ? ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ? ഓക്കെ. അനസും ടീമും എത്തിയിരിക്കുന്നു. അനസ് ഫുഡ് എങ്ങനെയുണ്ട്? അടിപൊളി ഫുഡ്, ഒരു രക്ഷയില്ല.
എന്തെങ്കിലും ബാഡ് അഭിപ്രായം ഒന്നും ഇല്ല. എല്ലാറ്റും നല്ലതാ പറഞ്ഞത്. എന്താ കയറുപിരി കാണിച്ചത്? കയറുപിരി ലുക്ക് ഇതിൽ കിട്ടുന്നത്. ജിമ്മിൽ നിന്ന് പോയത് മാസ്റ്ററായിട്ട് ഒന്നും പോയത് ഞങ്ങൾക്ക് അറിയണല്ലേ. പിന്നെ പിന്നെ ചോദിക്കണം അങ്ങനെ പൊറോട്ട തന്നിട്ടെ ഒന്ന് ശല്യം ചെയ്യാൻ മാറി എന്താണ് നവാസിന് അറിയാം. ഹർഷാവിടെ നെയ്ച്ചോണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോ ഉണ്ടോ? അതിന് സമയമായപ്പോഴാട്ടെ കീർത്തന വന്നിട്ട് മൈലാഞ്ചി ഇടുന്നത്. ആ മൈലാഞ്ചി കാണിച്ചെടുത്താ കല്യാണത്തിന് സമയമായോടോ. അവിടെ മൊഞ്ചത്താക്കി കൊടുക്കുന്നുണ്ട്. സിയാട്ടാ സിയ ഹായ് അടിക്കൂ. ഹായ്. അല്ല നിങ്ങളെന്താണ് കല്യാണത്തിന് നേരം വൈകി വന്നിക്കണത്? ഇന്നലെ വന്ന ചോദിക്കട്ടെ. ഇന്നലെ വന്ന കല്യാണത്തിന് ഇല്ലല്ലോ. ഈ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. നേരത്തെ വരണോ? നിങ്ങളതല്ല ഇയാളെ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് പരാതി. എന്നെ കണ്ടിട്ടില്ല. അപ്പൊ പുതിയാപ്പിളൊക്കെ ഹാപ്പി മാരീഡ് ലൈഫ് പറയേ. മാരീഡ് ലൈഫ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി എന്തിനാ നേരെ വെക്കുന്നതിന് കുഴപ്പമില്ല. കിട്ടേണ്ടത് കിട്ടി. ഗൈസ് എനിക്ക് മാത്രം പെണ്ണില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ദേശോദേശിൽ വെച്ച് തിരിക്കാൻ വേണ്ടി പോകും. മറ്റു സാധനമല്ല ഇങ്ങനെ തിരിക്കുമല്ലോ. എല്ലാവരും ഇവിടെ സ്റ്റാറ്റസ് കണ്ടിട്ട് കല്യാണം കഴിഞ്ഞാൽ തന്നെ അതേപോലെ തിരികെ കിട്ടിയേ. നമസ്കാരം. ഫൈനലി എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ചേഞ്ച് ചെയ്തിരിക്കുന്നു കേട്ടോ. സിയയും ഞാനും കൂടെ പോകണം. ഞാൻ ഒരേപോലെ മാച്ച് ഉണ്ടല്ലോ. എവിടെ നമ്മളൊരുപോലെ മാച്ചുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മൾ പോയിട്ട് മുടി ആദ്യം സെറ്റ് ചെയ്യട്ടെ. അവിടുത്തെ ഒരു ഷോപ്പിൽ പോയിട്ട് മുടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പരിപാടി മുടി സെറ്റ് ചെയ്യലാണ്. അതിൻ്റെ ശേഷം നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോകുന്നതായിരിക്കും. സോ ഓക്കെ സെറ്റല്ലേ? സെറ്റ്. നമ്മളെ മുടി സെറ്റ് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഞാൻ ഇപ്പം കുളിച്ചിട്ടുള്ളൂ. മുടി സെറ്റ് ആയിരിക്കും കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മൾ നേരെ ഓടിച്ചെറുത്തി പോകാൻ വേണ്ടി പോകാം.